ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ്. ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് കൂഴച്ചക്കയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിന്നിവിടെ വരിക്കച്ചക്കയാണ്, നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. വരിക്കച്ചക്ക ഒരുക്കി നന്നായി അരിഞ്ഞെടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അതിനുശേഷം അത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കുക. ആവി കയറ്റിയതിന് ശേഷം അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക. നെയ്യ് ഒഴിച്ച പാത്രത്തിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒഴിക്കുക. എന്നിട്ട് ചെറു തീയിലത് ഇളക്കി കൊടുക്കുക. ഒരു 3/4 കിലോയോളം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാനിയാക്കിയതിന് ശേഷം അരിച്ച് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് ബാക്കി മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലുള്ള തീയിലിട്ട് നന്നായി ഇളക്കി ഈ ചക്കയിലുള്ള വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുക. നന്നായി വറ്റിയതിന് ശേഷം, കുറുകിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1/4 മണിക്കൂറോളം അത് വരട്ടിയതിന് ശേഷം നമുക്ക് കൂടെ അതിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അവസാനമായി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചക്ക വരട്ടിയത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.